കീത്തളിയില്ലത്ത് പോയി ചെന്നു. കീത്തളിയില്ലത്ത് ആരാ ഉള്ളത്? എന്റെ ചങ്ങാതികളുണ്ട് അല്ലേ. അവിടെ നിന്നാണ് ഞാൻ ആഹാരം കഴിക്കാൻ ധൃതിപ്പെട്ട് വന്നത്. വയറ് വിശന്ന് നേരാണ്. കഠിനമായ വിശന്നാൽ കണ്ണ് കാണുകയാണ് പറയും അല്ലേ. അതുപോലെ വളരെ വിശന്ന് വന്നിട്ടും ആഹാരം ലഭിച്ചില്ല. വീണ്ടും ഇവിടേക്ക് ഈടത്തിന് എന്റെ ചങ്ങാടരികിലേക്ക് തന്നെ തീവ്രവേഗതയിൽ ഞാൻ സഞ്ചരിച്ചു. എന്റെ ചങ്ങാടരികിലേക്ക് വട്ടം ഇട്ട് കൂടി അവര് ചങ്ങാതികളി ദൂരെ നിന്ന് കണ്ടിന് അവരെന്റെ ചങ്ങാതികളി. അപ്പോഴും പറയുന്നു എന്റെ ചങ്ങാതികളി മന്നപ്പന്റെ മുഖകുന്തപ്പൻ പാടിയിട്ടുണ്ട്. അമ്മയും മകനുമേ ചെറുകലഹം കഴിഞ്ഞു തോന്നി. എന്റെ വരവ് അല്ലേ, ആ ഒരു കലഹം കഴിഞ്ഞുള്ളതായിരിക്കുന്നൊരു വരവ് എന്റെ ചങ്ങാതികൾക്ക് ദൂരെ നിന്ന് കണ്ടപ്പോഴേ ബോധിയായി. എന്നും എന്നെ കാണുന്നവരാണല്ലോ എന്റെ ചങ്ങാതികൾ അല്ലേ. എന്റെ ആ വരവിന്റെ വേഗതയും എന്റെ മുഖത്തെ ആ മ്ലാനതയും ദൂരത്തും തന്നെ എന്റെ പ്രയാസത്തെ ഇവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോഴും പറയുന്നു എന്റെ ചങ്ങാതികളി വഴക്കുണ്ടെങ്കിൽ പറഞ്ഞിണക്കാമെന്നപ്പോ ഇരിപ്പാൻ വെച്ചിനി വീപ്പാൻ വായടോ വന്നപ്പോ നാലുപേരുടെ നടുവില് എന്നെ വിളിച്ചിരുത്തി. ഒരു നാലുപേരുടെ നടുവിൽ വിളിച്ചിരുത്തിയാൽ എന്താ തരുന്നത്? കണ്ടിട്ടില്ലേ? അപ്പവും കഴിഞ്ഞാൽ മയങ്ങോളം കഴിച്ചു. ഉണ്ടെഴുന്നേറ്റ് കയ്യും മായും ഈ സുഖം വരുത്തി. ഞാൻ ഉണ്ടെഴുന്നേറ്റ് നേരത്താണല്ല എന്റെ മക്കൾ എഴുന്നേറ്റത്. ഇനി കയ്യും മായും സുഖം വരുത്തിയ ശേഷം യാത്രയായോ എന്നോട് പറയാതെയാണ് നോക്കുന്നത്. വരാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് അനുവാദമൊന്നും വേണ്ട അല്ലേ.